പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ദശാസന്ധി കാലം വളരെ ഗുണകരമായിട്ട് മാറുകയാണ്. കോടീശ്വര യോഗം കൊണ്ട് കുറച്ച് നക്ഷത്രജാതകർ പണക്കാരായി മാറുന്ന സാഹചര്യം നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആരൊക്കെയാണ് ഈ നക്ഷത്രജാതകരെന്നും വരും ദിവസങ്ങളിൽ അവരെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ നോക്കാം രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. രോഹിണി നക്ഷത്ര ജാതകരുടെ ഗ്രഹസ്ഥാനങ്ങൾ 5-ൽ കേതു, 9-ൽ കുജൻ, ശുക്രൻ, 10-ൽ ആദിത്യൻ, ബുധൻ, ശനി, 11-ൽ രാഹു, 12-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. ഈ കാലഘട്ടത്തിൽ ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും. ഇരട്ടി സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ളൊരു നക്ഷത്രജാതകർ കൂടിയാണ് ഇവർ. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട്. തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കാര്യസാധ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് നിലവിൽ ഇവർക്കിപ്പോഴുള്ളത്. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. കമിതാക്കളുടെ വിവാഹം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. പൊതുവെ സുഖ അനുഭവങ്ങളും ഉണ്ടാകും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ക്രൂര ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വലിയ ദുഃഖ അനുഭവങ്ങൾ ഒന്നും ഇല്ലാതെ ഈ ഒരു മാസം കടന്നുകൂടാൻ ഇവർക്ക് സാധിക്കും. ബന്ധുജന സഹായവും ഉണ്ടാകും. ഇവർ ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവർക്ക് 4-ൽ കേതു, അഷ്ടമത്തിൽ കുജൻ, ശുക്രൻ, 9-ൽ ആദിത്യൻ, ബുധൻ, ശനി, അതുപോലെ 10-ൽ രാഹു, 11-ൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ തർക്ക വിഷയങ്ങളിൽ 100% വിജയം ഇവർക്ക് അനുകൂലമായിരിക്കും. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകളുടെ തടസ്സങ്ങൾ നീങ്ങി സന്താന ഉൽപാദനത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ താൽപ്പര്യം എടുക്കും. പാപകർമ്മങ്ങളിലെ താൽപ്പര്യം മാറിക്കിട്ടും. പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങൾ 100% വിജയിക്കും. ബന്ധുജനങ്ങൾ വിരോധത്തിലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. ചില സുഖ അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതെ ശ്രദ്ധിക്കണം. ഉപാസനകൾ തടസ്സങ്ങൾ നീങ്ങി പ്രതീക്ഷയ്ക്കൊത്ത് നടക്കും. നാൽക്കാലികൾക്കുള്ള അസുഖങ്ങളും മാറിക്കിട്ടും. ഈ നക്ഷത്രജാതകർ ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ആയില്യം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. 3-ൽ കേതു, 7-ൽ കുജൻ, ശുക്രൻ, അഷ്ടമത്തിൽ ആദിത്യൻ, ബുധൻ, ശനി, 9-ൽ രാഹു, 10-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. ബന്ധുജനങ്ങളുടെ സഹകരണം മൂലം ഒരുപാട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും.
ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യസാധ്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പണം തിരികെ തരാം എന്നുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വലുതാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. നേതൃഗുണം ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതയും ഈ സമയത്ത് ആയില്യം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അച്ഛനുമായോ പിതൃതുല്യവരുമായ മറ്റുള്ളവരുമായോ കലഹങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. ക്ഷമ കൂടുതലാകും. ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക. പലവിധ രോഗാരിഷ്ടതകൾ, പ്രത്യേകിച്ച് ത്വക്ക് ഒന്ന് കരുതിയിരിക്കുക. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സഹായികളുമായിട്ട് വേർപിരിയാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇവർ ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് വരുന്നത്. ഇനി ചിങ്ങക്കൂറിലെ പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. ദശാസമയം മാറുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവർക്ക് നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുക. കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഇനി സമയമെടുക്കില്ല. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷയ്ക്കൊത്തു തന്നെ നടന്നു കിട്ടും. നേത്രരോഗം, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. കലഹഭയം വിട്ടൊഴിയും. ശത്രുപീഡയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഭൂമിയുടെ കച്ചവടത്തിൽ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ലാഭം നേടാനാകും. ധനപരമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. തൊഴിൽ രംഗം പ്രതീക്ഷിച്ചതിലും നല്ലൊരു മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. തൊഴിൽ രംഗത്ത് നിന്ന് ചില ധനനേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രണയങ്ങൾ സഫലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിനും തുടക്കം കുറിക്കാം. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ ശ്രദ്ധിക്കേണ്ട സമയമാണിവർ. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ കേതു, 5-ൽ കുജൻ, ശുക്രൻ, 6-ൽ ആദിത്യൻ, ബുധൻ, ശനി, 7-ൽ രാഹു, അഷ്ടമത്തിൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. സന്തോഷ അനുഭവങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ്. മക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും. കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യേണ്ടതായിട്ട് വരാം. വ്യായാധിക്യം ഉണ്ടാകും. ത്വക്കുരോഗം ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. തൊഴിൽ രംഗം എല്ലാ തരത്തിലും മെച്ചപ്പെടും. മരാമത്ത് പണികൾക്ക് ചിലവ് കൂടുതലായിരിക്കും. മംഗളകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഈ നക്ഷത്ര ജാതകർ ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 4-ൽ കുജൻ, ശുക്രൻ, 5-ൽ ആദിത്യൻ, ബുധൻ, ശനി, 6-ൽ രാഹു, 7-ൽ വ്യാഴം, 12-ൽ കേതു. ഇങ്ങനെ പോകുന്നു വിശാഖം നക്ഷത്ര ജാതകരുടെ ഗ്രഹനില. അതുകൊണ്ട് തന്നെ സ്വജനങ്ങളുടെ നേതൃത്വം എല്ലാ കാര്യത്തിലും ഇവർക്ക് ലഭിക്കും. ബന്ധുജനങ്ങളോട് സ്നേഹബന്ധം കൂടുതലാകും. സജ്ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടാനാകും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളെ കൊണ്ട് സമാധാനം കൂടുതലായിട്ട് ലഭിക്കും. മക്കൾക്കും സുഖ അനുഭവങ്ങൾക്കിടയുണ്ട്. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങാം. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ധനലാഭങ്ങളും ഉണ്ടാകും. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ അഭിവൃദ്ധിക്കുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഉദരവ്യാധി, പനി, ചുമ എന്നിവയൊക്കെ ബുദ്ധിമുട്ടിക്കുമെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ആണ് ഈ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക. രക്തസമ്മർദ്ദത്തിൻ്റെ അനിശ്ചിതാവസ്ഥയും ഈ സമയത്തൊന്ന് സൂക്ഷിക്കണം.
ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടും. അത് ജീവിതത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യും. ഇനി അവരുമായിട്ട് സഹകരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകളൊക്കെ നടക്കുന്ന സമയമാണ്. പണം വായ്പ കൊടുത്താൽ തിരികെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാകും. ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.